നമ്മളോട് ട്രെയിനിങ്ങിന് അപ്രോച്ച് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്റെ ഡോഗിനെ ഓഫ് ലീഷ് ആക്കി തന്നെ എന്നുള്ളത്. ഇതിനുള്ള റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നത് 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടൊക്കെ ഓഫ് ലീഷ് ആക്കുന്ന വീഡിയോസ് അവർ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോഗിന്റെ മൈൻഡിൽ ഒരു ബിഹേവിയർ ഫിക്സ് ആവണമെങ്കിൽ ഏകദേശം 4000 മുതൽ 6000 റിപ്പീറ്റേഷൻ ടൈം ആവശ്യമാണ്. ഏകദേശം 1 ഇയർ ടൈമോളം വരും. ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല, വേൾഡ് ടോപ്പ് ട്രെയിനർമാരും കനൈൻ ബിഹേവിയറിസ്റ്റുകളും അവരുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടും റിസർച്ച് കൊണ്ടും അവര് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു ഡോഗിനെ 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും പഠിപ്പിക്കാൻ സാധിക്കില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ ഡോഗിനെ ഈ ചെറിയ ടൈം പീരീഡിൽ പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇലക്ട്രിക് കോളർ എന്ന ഡിവൈസ് ഉപയോഗിച്ച് അതിന്റെ തനതായ സ്വഭാവത്തെയും അതിന്റെ ആറ്റിറ്റ്യൂഡ് ലെവലും കോൺഫിഡൻസ് ലെവലെല്ലാം നശിപ്പിച്ച് ആ ഡോഗിനെ ഭയപ്പെടുത്തി വേദനിപ്പിച്ച് നമുക്ക് ഈ ചെറിയ ടൈം പീരീഡിൽ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ഡോഗിനെ പോസിറ്റീവായിട്ട് പഠിപ്പിക്കണോ അതോ ഇതുപോലെ നെഗറ്റീവായിട്ട് പഠിപ്പിക്കണോ എന്ന്. എങ്ങനെയാണ് ഡോഗിനെ പോസിറ്റീവായിട്ട് ഓഫ് ലീഷ് ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോഗിനെ ലൂസ് ലീഷ് ആക്കിയ ശേഷം, ലൂസ് ലീഷ് എന്താണെന്ന് ഞാൻ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യാം. ലൂസ് ലീഷ് ആക്കിയ ശേഷം അത് താരതമ്യേന കണ്ടിന്യൂ ചെയ്ത് അതിന്റെ ഓണർ ഒരു 6000 റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഒരു 4000 മുതൽ 6000 റിപ്പീറ്റേഷൻ ടൈം ആകുമ്പോഴേക്കും ആ ഡോഗ് നല്ലൊരു ഓഫ് ലീഷ് എന്ന ആ ഒരു രീതിയിലേക്ക് അവന്റെ മൈൻഡ് കൺവേർട്ട് ആവുകയാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ട് ചെയ്യുന്നത്. ഡോഗിനെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒന്നും പഠിപ്പിക്കരുത്. അതിന് അതിന്റേതായിട്ട് സമയമുണ്ട്. ആ ടൈം പീരീഡ് വരെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് കൊടുക്കുക. ആ സമയം ആകുമ്പോഴേക്കും ആ ഡോഗ് കൃത്യമായിട്ട് ആ ഒരു ബിഹേവിയറിലേക്ക് ആ ബിഹേവിയർ ഫിക്സ് ആയിക്കും. പിന്നെ